ബിഗ് ബോസ് സീസൺ 7 രാവിലെ ബിഗ് ബോസ് വീട് ഉണർന്നിരിക്കുകയാണ്. ബേബി 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 വാട്ട് ആർ യു ഡൂയിങ് ബേബി, ഈ പാട്ടോട് കൂടിയാണ് ബിഗ് ബോസ് വീട് ഉണർന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ അഭിലാഷ് ഷാനവാസിനോട് പറയുന്നുണ്ട്, എന്തോ കുത്തി പറയുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇന്ന് ബിഗ് ബോസിൻ്റെ പാട്ട്. നാട്ടാരും ബ്രാഗണ് വീട്ടാരും ബ്രാഗണ് എന്നൊക്കെയുള്ള രീതിയിൽ എന്തോ കുത്തി പറയുന്ന കൂട്ട് തോന്നുന്നുണ്ട്. അതിനുശേഷം പിന്നെ വീട്ടിലുള്ളവരെല്ലാവരും പറയുന്നുണ്ട്, ഒണിയിലും എല്ലാവരും പറയുന്നുണ്ട്, ശരിയാ എന്തോ കുത്തി പറയുന്ന കൂട്ട് ഫീൽ ചെയ്യുന്നു. അതിനുശേഷം കിച്ചൺ ടീമിൽ നമ്മുടെ അനുമോളും ആദിലാനൂറ ശാരിക കെ ബി ഔട്ടായിപ്പോയി. പിന്നെ അപ്പാനി ശരത്ത് ഇവരൊക്കെ ആണല്ലോ, നെവിൻ, ഇത്രയും പേരാണ് കിച്ചൺ ടീമിലുണ്ടായിരുന്നത്. അത് ഈ ശാരിക ഔട്ടായിപ്പോയി. പക്ഷെ രാവിലെ കിച്ചൺ ടീമിൽ ഒറ്റ ആൾക്കാർ പോലും കിച്ചണിൽ കയറുന്നില്ല. ജിസേൽ അനുമോളോട് ചോദിക്കുന്നുണ്ട്, വേറെ മാവൊന്നുമില്ല, പിന്നെ കടലമാവേ ഉള്ളൂ, അത് വെച്ച് നമുക്കൊരു ദോശ പോലെ ഉണ്ടാക്കാം, ഉള്ളിയും തക്കാളിയും എല്ലാം അരിഞ്ഞിട്ടൊരു ദോശ പോലെ ഉണ്ടാക്കാം. അപ്പോൾ അനുമോൾ പറയുന്നത്, എനിക്കറിഞ്ഞുകൂടാ അത് കടലമാവ് കൊണ്ട് ഉണ്ടാക്കാനൊന്നും, നീ നോക്കുണ്ടാക്കാനെന്ന്. എന്നിട്ട് അനുമോൾ കയറുന്നുമില്ല, ആരും കയറുന്നില്ല, കിച്ചൺ ടീമിൽ ആരും കയറുന്നില്ല. ജസീലയും പിന്നെ ഒണിയിലും കൂടെയാണ് വന്നിട്ട് കിച്ചൺ ടീമിൽ ദോശയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം ശരിയാക്കി ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം അനുമോളെ വിളിക്കുന്നുണ്ട്, ക്യാപ്റ്റനെ കൊണ്ട് വിളിപ്പിക്കുന്നുണ്ട്. കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള നമ്മളുടെ അപ്പാനി ശരത്ത് ഒരുപാട് പ്രാവശ്യം വിളിക്കുന്നുണ്ട് അനുമോളെ. കിച്ചൺ ടീമിൽ ആരെങ്കിലും ഇതിൻ്റെ അകത്ത് ആദിലനൂറുണ്ട് കിച്ചൺ ടീമിൽ, അവരാരും ഒരു മനുഷ്യരും കിച്ചൺ ടീമിലോട്ട് ചെല്ലുന്നില്ല. ജെസ്സിയിൽ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. കാര്യം കിച്ചൺ ടീമിലുള്ളതല്ല ജെസ്സിയിൽ, എന്നിട്ടും അവരാണ് എല്ലാം കയറി ചെയ്യുന്നത്. അനുമോൾ ഒരു കാരണവശാലും കിച്ചണിലോട്ട് അടുക്കുന്നില്ല, ഒരുപാട് പ്രാവശ്യം വിളിക്കുന്നത്. അതിനെ ചൊല്ലിയിട്ട് ചെറിയ രീതിയിലൊരു തർക്കമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പാനി ശരത്ത് പറയുന്നു, വിളിക്കുകയല്ലാതെ എന്ത് ചെയ്യും, വീട്ടിലും ഇങ്ങനെ ആയിരിക്കും, ഒരുപാട് വിളിച്ചില്ലേ, നിങ്ങളെല്ലാവരും കണ്ടില്ലേ അനുമോളെ ഞാൻ എത്ര വിളിച്ച്, എന്നിട്ട് വരുന്നുണ്ടോയെന്ന് നോക്കി, അങ്ങനെ തന്നെ നിൽക്കുമല്ലേ എന്ന്. അനുമോൾക്ക് 2-3 ദിവസത്തെ ആ ഒരു ഇതേ ഉള്ളായിരുന്നു, കിച്ചൺ ടീമിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, എല്ലാവർക്കും കറക്റ്റ് സമയത്തിന് ഫുഡ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കിച്ചൺ ടീമായിട്ട് തിരഞ്ഞെടുത്ത സമയത്തുള്ള ആ ഒരു വാക്ക് പറച്ചിലും 1-2 ദിവസത്തെ ആ ഒരു ഇതുവേ ഉള്ളായിരുന്നു അനുമോൾക്ക്. അതിനുശേഷം അനുമോൾക്ക് കിച്ചൺ ടീമിൽ കയറി വല്ലതൊക്കെ ചെയ്യണമെന്നുള്ള ഒരു താല്പര്യവും ഇല്ല. ഇപ്പം ജെസ്സിയിലാണ് രാവിലെ കയറി എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കിച്ചണിൻ്റെ അകത്തിൽ.